ശരിക്കും മാം പറഞ്ഞ ആ ഒരു രീതി തന്നെ ഞാൻ ഫോക്കസ് ചെയ്തത്. ഞാൻ വേറെ ഒന്നും ഒരു തിയറിയേക്കാളും കൂടുതൽ മാം പറഞ്ഞ ഒരൊറ്റ കാര്യം ഞാൻ നോക്കിയുള്ളൂ. മാം പറഞ്ഞ കാര്യങ്ങളാ ഫുള്ളും ഞാൻ ഫോളോ ചെയ്തേ. ഞാൻ വേറെ ഒന്നും ഫോക്കസ് ചെയ്തില്ല. എനിക്ക് ഇസിജിന്റെ ഒരു 3 ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് വന്നു. ആക്ച്വലി ഈ കാർഡിയാക്ക് ഞാൻ കുറച്ച് വീക്കാണ്. അപ്പൊ അധികം ക്ലാസ് ഞാൻ മാമിന്റെ അടുത്ത് കാർഡിയാക്കിന്റെ അതിൽ എനിക്ക് കൺഫ്യൂഷൻ ഉള്ളപ്പോഴും മാം ഡയറക്ട്ലി പേഴ്സണലി ചോദിച്ചപ്പോഴും പറഞ്ഞു തന്നു കുറച്ച് കാര്യങ്ങൾ. എന്താ പറയണ്ടേ, തിയറിയേക്കാളിലും കൂടുതൽ ഇവർ ചോദിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാം പറഞ്ഞ പോലെ ഇപ്പം വേറൊരു പ്ലേസിൽ നിന്ന് ഒരു നേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടിട്ടു. ഇവരെങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മൾ ശരിക്കും ഹോസ്പിറ്റലിലുള്ള ഒരു റിയൽ സീനാരിയോ നമ്മൾ മൈൻഡിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് വർക്ക്ഔട്ട് ആവത്തുള്ളൂ. ഇപ്പൊ മാം പഠിപ്പിച്ച് ഫസ്റ്റ് ദിവസം തിയറി പഠിപ്പിച്ചു, നെക്സ്റ്റ് ഡേ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അഫ്കോഴ്സ് അത് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലോട്ട് കയറും. പിന്നെ അത് ഞാൻ അന്ന് തന്നെ പഠിച്ചു, പിറ്റേ ദിവസം മറന്നു പോകുന്ന ഒരാളാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനത് കണ്ടിന്യൂസ്ലി ഇരിക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടുപിടിച്ച് ഇരിക്കാൻ തുടങ്ങി. എല്ലാ ഡിസീസും അങ്ങനെ കാണാൻ തുടങ്ങി. അപ്പം കുറച്ചുകൂടെ എനിക്ക് എനിക്ക് ഞാൻ സ്വയം പഠിച്ചതിനേക്കാളും കൂടുതൽ മാമിന്റെ ക്ലാസ് ആയിക്കോട്ടെ, ഫാർമക്കോളജി ക്ലാസ് എനിക്ക് നല്ലതായിട്ടത് എങ്ങനെയാ പറയുക, അത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയി.